നമസ്തേ. സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ ആത്മീയ ശക്തി ഉപയോഗിച്ചിട്ട് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഹീലിംഗ് ആളുകളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലെ ചില ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളും അതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ശരീരത്തിൻ്റെ സൗഖ്യത്തിനപ്പുറത്തേക്ക് മനസ്സിൻ്റെ സൗഖ്യം അഥവാ ആത്മീയമായിട്ടുള്ള ഒരു സൗഖ്യമുണ്ടാകുന്നത്, ആന്തരിക സൗഖ്യം എന്നൊക്കെ ചില ആളുകൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അല്ലെങ്കിൽ ഈ ആന്തരിക സൗഖ്യം നേടിയിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ലക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് നമ്മിൽ ആ ഗുണങ്ങൾ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ളത് വളരെ ലളിതമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അല്പം ആഴത്തിലുള്ള ആത്മീയമായിട്ടുള്ള അറിവുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മീയ സൗഖ്യം നേടുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഓൺ എക്സ്പീരിയൻസസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മേലുള്ള അധികാരം വർദ്ധിക്കുകയാണ്. നമ്മുടെ ആധികാരികത വർദ്ധിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ കുറയുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മളിലൂടെ നടത്തുന്നതിന് പകരം അതിനു മുൻപ് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും അതനുസരിച്ച് നമുക്ക് ഇന്റൻഷണൽ ലീവിങ് നടത്താനായിട്ടും സാധിക്കുകയാണ്. ഇന്റൻഷണൽ ലീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ജീവിതം എന്നാണോ അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ ഇന്റൻഷനോട് കൂടി ചെയ്യുമ്പോൾ, അതായത് ഒരു ഇമ്പൾസിവിറ്റിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡയറക്ഷൻസിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഒരർത്ഥം കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിയന്ത്രണം നമ്മുടെ പ്രവർത്തികൾക്ക് മേൽ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇന്റൻഷണൽ ലീവിങ് എന്ന് പറയാം. ഈ ഇന്റൻഷണൽ ലീവിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ ചോയ്സ് സ്വീകരിക്കാൻ പറ്റുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഗുരുവായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരി സഹോദരന്മാരായിരിക്കാം, മേലധികാരി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ള സഹപ്രവർത്തകരോ സമൂഹത്തിലുള്ള ആളുകളോ മറ്റെന്തെങ്കിലും മീഡിയ അടക്കമുള്ള കാര്യങ്ങളോ ആയിരിക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടീനേജ് കാലഘട്ടം വരെയൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലത്തെ ഇന്റൻഷൻ അതിശക്തമായിട്ട് വരികയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇന്റൻഷനും ഇൻറ്റ്യൂഷനും വെരി ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിന്റെ ഒരു എക്സിക്യൂഷന് മുൻപുള്ള ഒരു പ്ലാനിങ് ആണ് ഇന്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇന്റൻഷനോട് കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള കർമ്മത്തിലൂടെ നമുക്ക് മുന്നോട്ട് ചരിക്കുവാനാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കും അതുവഴി മറ്റുള്ളവരിലേക്കും നമ്മളുടെ ലൈറ്റ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് സമൂഹത്തിനും സഹജീവികൾക്കും ഉപകാരമുള്ള രീതിയിൽ വരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം പല മേഖലകളിൽ നിന്ന്. ചിലപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്നായിരിക്കാം. പക്ഷെ ഇതിന് റിബലായിട്ട് നിൽക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആത്മാവിന്റെ സ്വരം എപ്പോഴും ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. അത് നമ്മുടെ ഇമ്പൾസിനെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ഓവർ തിങ്കിങ്, കാട് കയറിയിട്ടുള്ള ചിന്തയെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഗുണം നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയ സൗഖ്യം നേടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആത്മീയ സൗഖ്യത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു പ്രത്യേകത നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ അത് സ്വായത്തമാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ സത്യം മനസ്സിലാക്കുകയാണ്. അതായത് നമ്മിലേക്ക് വരുന്ന വികാരങ്ങൾ അതിഥികളാണ് അല്ലെങ്കിൽ ഗസ്റ്റുകളാണ് എന്നുള്ളത്. അവർ നമ്മളിലേക്ക് വരുന്നു, പോകുന്നു. അവർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മിൽ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള, ഹർട്ട്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ. നമുക്കൊരു ഗ്രോത്തിന് അത് വർദ്ധിക്കണം, അല്ലെങ്കിൽ അതൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ വേദനകൾ, ഇപ്പൊ ശരീരത്തിന് നല്ല അധ്വാനം കൊടുക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് ശരീരത്തിന്റെ ആരോഗ്യത്തിലേക്കാണ് റിസൾട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഇമോഷണൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതിന് അല്പം അധ്വാനം ആവശ്യമാണ് മാനസികമായിട്ട്. പക്ഷെ ഈ അധ്വാനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കരുത്ത് കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ സത്യം തിരിച്ചറിയും. ഈ ഇമോഷൻസിന് എൻ്റെ മേൽ വലിയ അധികാരങ്ങളില്ല, അല്ലെങ്കിൽ ഈ ഇമോഷൻസിന് എന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നു.
നാം നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ വികാരങ്ങൾ വെച്ച് നമ്മളെ കൊണ്ട് കളിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവർ നിയന്ത്രിക്കും എന്നുള്ളതാണ്. ഇഫ് യു ആർ നോട്ട് കൺട്രോളിങ് യുവർ ഇമോഷൻസ് സംബഡി എൽസ് വിൽ ഡു ദാറ്റ് എന്ന് ഒരു പറച്ചിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിറ്റ് വിത്ത് യുവർ ഇമോഷൻസ് അല്ലെങ്കിൽ സിറ്റ് വിത്ത് ഇറ്റ്, അതിനോടൊപ്പം ഇരിക്കുക. ഓടാൻ ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ ഇരിക്കുക. വഴി അറിയത്തില്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നേക്കാം, പക്ഷേ പീസ്ഫുൾ ആയിട്ട് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി ഇരിക്കുക. ഇത് വളരെ ശ്രമകരമാണ്. ഭയം, ദേഷ്യം, സങ്കടം ഇതൊക്കെ നമ്മിലേക്ക് വരുന്നു. ഇതിനെ കടന്നു പോകാനായിട്ട് അനുവദിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു ചാടി പല കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നും. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് വരുതിയിലാക്കാനായിട്ട്, ടൈം ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ ഇത് കാട്ടുകുതിരകളെ മെരുക്കുന്നത് പോലെയാണ്. പക്ഷെ ഇത് വൺസ് മെരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിശക്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സൗഖ്യം നമ്മളിൽ വന്നു ചേരുന്ന സമയത്ത് നമ്മളിൽ ഈ ഒരു വികാരത്തിന്റെ മേൽ നമുക്ക് നല്ല നിയന്ത്രണം ലഭിച്ചു തുടങ്ങും. അതുവരെ വളരെ ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വികാരങ്ങളെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശക്തി അയാളിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ അയാൾ ശക്തനോ ശക്തയോ ആയി മാറുകയാണ്. അടുത്തതായിട്ട് ആത്മീയമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്ന സമയത്ത് നമ്മിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നലെ വരെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്ന ഒരു വിഷയം നമുക്ക് ഇന്ന് വളരെ സൗമ്യമായിട്ട് ഡീൽ ചെയ്യാനായിട്ട്, പുഞ്ചിരിയോടുകൂടി അതിനെ സമീപിക്കാനായിട്ട് സാധിക്കുകയാണ്. ആളുകൾ ചിലപ്പോൾ ചോദിക്കും ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ബട്ട് നമ്മൾ ഒരു തവണ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, വളരെയധികം നമ്മളെ ഇമോഷണലി ആണെങ്കിലും അല്ലാത്ത രീതിയിലായിട്ടെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെ നമുക്ക് വളരെ തന്മയത്വത്തോടു കൂടി ഡീൽ ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ മറ്റേത് സാഹചര്യത്തിലുമായിരിക്കാം. ഇതിങ്ങനെ സാധ്യമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇമോഷന്റെ കൺട്രോൾ പതിയെ ലഭിച്ചു തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ആ നിയന്ത്രണം നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളെയും നമുക്ക് മാന്യമായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ടുള്ള കാര്യം ക്ഷമ എന്നുള്ളതാണ്. ഈ ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യന് ഓരോ പ്രായം കൂടുന്തോറും കൂടിക്കൂടി വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 50 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലും ഒന്നും ക്ഷമയില്ല. ഒരു കാര്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ ചാടി ഇറങ്ങുകയാണ്. ഇത് ഒരു അപക്വമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യനിൽ കാണേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്, പ്രത്യേകിച്ച് ആത്മീയതയിലൂടെ നടക്കുന്ന ആളുകളിൽ. ഇംപേഷ്യൻസ് അല്ലെങ്കിൽ അക്ഷമ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തതായിട്ടുള്ള അവസ്ഥയാണ്. അതായത് പ്രപഞ്ചത്തിൽ മാറ്റമാണ് പെർമനന്റ് ആയിട്ടുള്ള കാര്യമെന്ന് മുൻപ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ മാറ്റത്തിന് നമ്മൾ വിധേയപ്പെടുന്ന സമയത്ത്, അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സ് നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ അവസ്ഥയിലേക്ക് നമുക്ക് ഉയർന്നു പോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ക്ഷമ കുറവുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു പരിധി കഴിഞ്ഞിട്ട് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകാറില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലായാലും, കുടുംബത്തിലാണെങ്കിലും, നിങ്ങളിൽ തന്നെ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കുക. ക്ഷമയുടെ കുറവുണ്ടെങ്കിൽ അവിടെ വളർച്ചയുടെ കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ഇംപേഷ്യൻസ് അല്ലെങ്കിൽ അക്ഷമ വരുന്ന സമയത്തുള്ള ഇൻഫ്ലെക്സിബിലിറ്റിയാണ് പല ആൾക്കാരെയും വളരാനായിട്ട് അനുവദിക്കാതിരിക്കുന്നത്. ഇൻഫ്ലെക്സിബിലിറ്റി വരുന്ന സമയത്ത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. ഇൻഫ്ലെക്സിബിലിറ്റിയുടെ പരിണിത ഫലം എന്ന് പറയുന്നത് പരാജയവുമാണ്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ചിന്തിക്കുക, നിങ്ങൾ എത്രമാത്രം ക്ഷമാശീലനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ട് എന്നുള്ളത്. ഈ ക്ഷമ കുറവ് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്നുള്ളിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവർക്കാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ക്ഷമ കുറവുള്ള ആളുകൾ എടുത്തു ചാടും എന്നുള്ളത് ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ പിന്നാമ്പുറത്തുകൂടി കരുക്കൾ നീക്കി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ക്ഷമ കുറവാണ്. കാരണം അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്. സോ ഈ രണ്ട് വിഭാഗം ആൾക്കാരെയും നിങ്ങൾ തിരിച്ചറിയുകയും വേണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റുള്ളവരെ വിധിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മിൽ ക്ഷമ വളർത്തുക എന്നുള്ളതും തന്നെയാണ്. അടുത്തതായിട്ടുള്ളത് കമ്പാഷൻ, ഫോർഗീവ്നെസ്, കൈൻഡ്നെസ്. അതായത് മറ്റുള്ളവരോടുള്ള ഉദാരമനസ്കത, അതുപോലെ തന്നെ ഫോർഗീവ്നെസ്, ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയവ് കാണിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥകൾ നമ്മളിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സൗഖ്യം കിട്ടുന്ന സമയത്ത് ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് വളരെയധികം കടന്നു വരും. ഇത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷമ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മളെ മുറിവേൽപ്പിച്ചവർ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ എത്രമാത്രം വേദനിക്കപ്പെടുന്നു. അതായത് അവരുടെ വലിയ വേദനയിൽ നിന്നാണ് അവർ നമ്മളെ മുറിവേൽപ്പിക്കുന്നത്.
അതായത് നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ എനർജീസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ പോലെയാണ്. അതായത് അത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും നെഗറ്റീവ് ആണെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പോലെ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലേക്ക് വിഷമതകൾ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് നമ്മളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെക്കുന്ന സമയത്ത് ആളുകളിൽ സംഭവിക്കുന്നത് അവരുടെ വിളനിലം, അവരുടെ മനസ്സിന്റെ വിളനിലത്തിൽ നിന്നുള്ള പ്രവൃത്തിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കഷ്ടപ്പാട് എത്രയോ അധികമാണ്. സോ ഇത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവരോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള കാര്യം. ആന്തരിക സൗഖ്യം സ്വായത്തമാക്കുന്ന സമയത്ത് അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. അതായത് നമ്മുടെ ആരോഗ്യം, നമ്മളെ തന്നെ, നമ്മളുടെ വ്യക്തിത്വം, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കുകയാണ്. നമ്മളെ തന്നെ നമ്മളൊന്ന് ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇത് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനുമുള്ള ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ വളരെ പ്രധാനമാണ് എന്ന് ആത്മീയ സൗഖ്യം നമ്മളിലേക്ക് ആവിർഭവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ശരീരം, മനസ്സ്, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരം ശാന്തമാകുന്നു. ഇനി തിരിച്ചാണെങ്കിൽ ശരീരം ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അപ്പൊ ശരീരത്തിനെ നമ്മൾ വെൽ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആരോഗ്യത്തോടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയറിന് വളരെ സ്മൂത്ത് ആയിട്ട് അതിലൂടെ റൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസ്സ് അതിന് കൂടുതൽ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അത് റിസീവ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യോഗ അല്ലെങ്കിൽ എക്സസൈസുകൾ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വറി അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അതായത് വ്യഗ്രത അനുഭവിക്കുന്ന അവസ്ഥകൾ, അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന അവസ്ഥകൾ. പല ആളുകളും ഇന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് വറി ചെയ്യുകയും അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണിത്. ഈ വറി എന്ന് പറയുന്നത് പതിയെ ഡിമിനിഷ് ആവും. കാരണം നമ്മൾ വറി ചെയ്യുന്ന എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ ആൻഷ്യസ് ആകുന്നത് എന്തിനാണ്? ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കുമോ? അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പലപ്പോഴും ഡിപ്രസ്ഡ് ആകാറുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും മാറി നമ്മൾ ഈ ഒരു പ്രസന്റിലേക്ക് ഫോക്കസ്ഡ് ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ചിന്തിച്ചത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ജോലിയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് ചേരുക. ഇനി കുടുംബത്തിലെ കാര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ജോലി സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അവിടെ കഴിയുക. സോ ആ പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥയെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ആത്മീയ സൗഖ്യം, ആന്തരികമായിട്ടുള്ള ഈ ഒരു സ്പിരിച്വൽ ഹീലിംഗ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യുവർ പാസ്റ്റ് നോ ലോങ്ങർ ഹാവ് പവർ ഓൺ യുവർ മെന്റൽ സ്റ്റേറ്റ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയുടെ മേൽ നിങ്ങളുടെ ഭൂതകാലത്തിന് ശക്തിയില്ല എന്നുള്ളതാണ്. അതായത് ഭൂതകാലത്തിലേക്ക് നമ്മൾ അമിതമായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മകളിലും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്കും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഭൂതകാലത്തിലെ ലെസൺസ് നമ്മൾ പഠിക്കുകയും, അതായത് ഫോർഗീവ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദ ലെസൺസ് എന്നാണ് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറന്നു കളയുക, പക്ഷേ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, എസൻസ്, അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു സന്ദർഭം വരുന്ന സമയത്ത് അതിനെ ഡീൽ ചെയ്യാനൊക്കെ നമ്മൾ ഭൂതകാലത്തിലെ കാര്യങ്ങളെ നമ്മൾ അതിലെ എസൻസ് അല്ലെങ്കിൽ ലെസൺസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിന് ഒരു വളമായിട്ട് അത് പ്രവർത്തിക്കും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. പക്ഷെ അതിൽ തന്നെ കഴിയുന്ന സമയത്ത്, അതിലെ പാഠം പഠിക്കാതിരിക്കുന്ന സമയത്ത്, ആ ട്രോമയിൽ കഴിയുന്ന സമയത്ത് എപ്പോഴും അത് പോസിറ്റീവായിട്ട് വർത്തിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ പാസ്റ്റ് എന്ന് പറയുന്നത് അത്ര പ്രധാനമല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യവുമില്ല. സോ പ്രസന്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്നു. നമ്മുടെ കർമ്മത്തിൽ നമുക്ക് നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് കഴിയാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ ട്രിഗർ ചെയ്യുന്ന, ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് ചീത്ത കൂട്ടുകെട്ടാണോ, അഡിക്ഷൻസ് ആണോ, അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുടെ പ്രത്യേകതകളാണോ, എൻ്റെ ട്രെയ്റ്റ്സ് ആണോ എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ആന്തരിക സൗഖ്യത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. കാരണം ഈ സമയത്ത് നമ്മൾ അബോധ തലങ്ങളിലേക്ക് നമ്മുടെ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ആകുന്നത് വഴി ആക്സസ് കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിന്റെ ഓരോ സ്റ്റേറ്റ്സിനും കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്.
അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് അതൊക്കെ കളയാനായിട്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഒരസ്ത്രം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറ്റൊരു അസ്ത്രം എയ്തുകൊണ്ട് ആ രണ്ട് അസ്ത്രങ്ങളും ഡിഫ്യൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ നമ്മുടെ തോട്ട്സ് വരുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടി വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ തോട്ട്സ് ആണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ബ്രെയിനും നമ്മുടെ ടങ്ക് അല്ലെങ്കിൽ നാവും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ നാവ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത് പറച്ചിലിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നു, നമ്മളുടെ ബ്രെയിനും നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളത്. ഇതും കോൺഷ്യസ്നസ് എക്സ്പാൻഷന്റെ മറ്റൊരു ഭാഗമാണ്. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങളിലേക്ക് സ്വായത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ആത്മീയമായിട്ടുള്ള സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സൗഖ്യം ആക്സസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.